നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, സാഹചര്യങ്ങളുടെ സമ്മർദ്ദം നിമിത്തം, ശരീരത്തിൻ്റെ ബലഹീനത നിമിത്തം മുന്നോട്ട് കുതിക്കുവാൻ നിങ്ങൾ പ്രയാസപ്പെടുന്നുണ്ടോ? ഇന്നു പകൽ ദൈവാത്മാവ് പറയുന്നു, നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല. നിങ്ങൾ കടന്നു പോകുന്ന ഈ സാഹചര്യത്തിൻ്റെ നടുവിൽ നിങ്ങളെ സഹായിപ്പാൻ കഴിവുള്ളൊരു ദൈവമുണ്ട്. ഭക്തൻ തൻ്റെ കഷ്ടതയുടെ നടുവിൽ ദൈവത്തോട് നിലവിളിച്ചു, ദൈവമേ, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? താൻ അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവശബ്ദം പുറപ്പെട്ടു, നിനക്കൊരു സഹായമുണ്ട്, അത് ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിങ്കൽ നിന്നാകുന്നു. ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്നു പകൽ നിങ്ങൾക്ക് സഹായമുണ്ട്. അത് ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിങ്കൽ നിന്നാകുന്നു. ദൈവത്തിൻ്റെ വചനമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കേവലം ഒരു ശബ്ദമല്ല, ഇത് വേർവിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്ന വചനമാണ്. ഇത് ഇരുവായ്ത്തലയുള്ള വാളാണ്. ജീവനും ചൈതന്യവുമുള്ള വചനമാണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് ദൈവശബ്ദമാണ്. ലാസറിന്റെ കല്ലറയ്ക്കൽ നിന്നുകൊണ്ട് യേശു പറഞ്ഞു, ലാസറേ, പുറത്തു വരിക. അവിടെ മുഴങ്ങിയത് ശബ്ദമാണ്, പക്ഷേ അത് ദൈവശബ്ദമാണ്. എന്താണ് ദൈവശബ്ദത്തിന്റെ പ്രത്യേകത? ദൈവശബ്ദത്തിൽ ജീവനുണ്ട്. ദൈവത്തിന്റെ ശബ്ദം നാറ്റം വെച്ച ശരീരത്തെ പുറത്തു കൊണ്ടുവന്നു. ജീവനുള്ളവനായി അവൻ പുറത്തു വന്നു. ഇന്ന് പകൽ ദൈവത്തിന്റെ വചനം നിങ്ങളോട് പറയുന്നു, നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല. ഭക്തൻ പ്രാർത്ഥിച്ചു, എനിക്കൊരു സഹായമുണ്ടെന്നോ, അത് യഹോവയിങ്കൽ നിന്നാണെന്നോ. എന്താണ് ദൈവം എനിക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത്? അടുത്ത ശബ്ദം പുറപ്പെട്ടു, നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല. ദൈവശബ്ദം ഇന്നു പകൽ നിങ്ങൾക്ക് വേണ്ടി മുഴങ്ങുമ്പോൾ ആ ശബ്ദം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങുകയാണ്. നിങ്ങൾ ഭാരപ്പെടുന്ന വിഷയത്തിന്റെ നടുവിൽ ശബ്ദത്തോടുകൂടെ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ വിഷയത്തിൽ ഇടപെടാൻ പോകുന്നു. നിങ്ങൾ വിശ്വാസത്തോടെ ഇന്ന് പകൽ പറയണം, എൻ്റെ ദൈവമായ യഹോവ എന്നെ സഹായിക്കും. എന്നെ സഹായിക്കുവാൻ യഹോവ മതിയായവനാണ്. അതെ, എൻ്റെ സാഹചര്യം മോശമാണ്, പക്ഷേ എൻ്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല. വിശ്വാസത്തോടെ നിങ്ങൾക്ക് പറയാമോ? വിശ്വാസത്തോടെ വചനത്തെ ഏറ്റെടുക്കാമോ? വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ദൈവശക്തി പുറപ്പെടുന്നു. നിങ്ങൾ വിശ്വസിച്ചേറ്റെടുക്ക്. അടുത്ത നിമിഷത്തിൽ നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് നിങ്ങൾ വിടുതൽ കാണാൻ പോവുകയാണ്. ദൈവാത്മാവ് പറയുന്നു, നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല. വചനത്തെ ഏറ്റെടുത്ത് വിടുതൽ പ്രാപിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.